നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. വാഹനത്തിൻ്റെ ഗുണദോഷങ്ങളും സർവീസിൻ്റെ ഗുണദോഷങ്ങളും എല്ലാം ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വേദിയാണ് റാപ്പിഡ് ഫെയർ. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ധാരാളം ഉണ്ടാവും. ഇനി മറ്റ് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ പോലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബിസിനസ് ചെയ്യണം, വെറുതെയെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും മിക്കവരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ് തുടങ്ങുന്നതിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് വലിയ വിജയത്തിലേക്ക് എത്തുന്നത്. അല്ലാത്തവർക്ക് പൈസ നഷ്ടമാകുന്നതാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് ബിസിനസ് തുടങ്ങി വിജയിച്ച് പണക്കാരനാകാൻ സാധിച്ചില്ലെങ്കിലും വിജയിച്ച ബിസിനസ്സുകളുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ പണം വളർത്താൻ പറ്റും. അതും ഇൻവെസ്റ്റ് ചെയ്ത ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ 500ഓളം കമ്പനികളിൽ നിന്ന് ഏറ്റവും പ്രോഫിറ്റ് നൽകുന്ന, ഏറ്റവും കൊടുത്താൽ ലാഭവിഹിതം ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന 50ഓളം കമ്പനികളിൽ ജനുവരി 30 വരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഈ കമ്പനികളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഷെയർ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ്ലൈഫും ചേർന്നുള്ള PNB മെറ്റ്ലൈഫിൻ്റെ BSE 500 ഡിവിഡൻഡ് ലീഡേഴ്സ് 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത്തരം കമ്പനികളായിരിക്കും നമ്മുടെ പണം നിക്ഷേപിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ തന്നെ കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇനി എന്നിട്ട് സംശയം മാറിയില്ലെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് സംസാരിച്ച് വിശദീകരിച്ച് തരികയും ചെയ്യും. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും ശരാശരി 31.1%, 23.1% വീതം റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതായത് ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന 5 അല്ലെങ്കിൽ 6%-ത്തേക്കാൾ കൂടുതൽ ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ NAV 10 രൂപയാണ്. നിങ്ങൾ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതോടൊപ്പം തന്നെ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന തുക തിരഞ്ഞെടുക്കുക. അപ്പോൾ ജനുവരി 30 വരെയാണ് ഈ അവസരമുള്ളത്. അതായത് ഇനി 8 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. എന്തായാലും ലിങ്കിൽ പോയി ഇതേക്കുറിച്ചൊന്ന് നോക്കുക, വിശദമായി തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടുന്നത് ഒരു ജീപ്പ് കോമ്പസിൻ്റെ ഓണറാണ്. നമസ്കാരം. നമസ്കാരം, സജീഷ്. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി ഫേം റൺ ചെയ്യണു. സ്റ്റേബി എന്നാണ് കമ്പനിയുടെ പേര്. പനമ്പൽ നഗറിലാണ് ഓഫീസ്. സ്റ്റേബി എന്താണ് പരിപാടി? നമ്മളത് ബേസിക്കലി നമ്മൾ ഈ അണ്ടർ യൂട്ടിലൈസ്ഡ് വില്ലാസ്, ഹോളിഡേ വില്ലാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊരു ഹൈ പെർഫോമിംഗ് ഹോസ്പിറ്റാലിറ്റി അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ബേസിക്കലി വില്ല ഓണേഴ്സിനായാലും അവർക്ക് ഹാസിൽ ഫ്രീ ആണ്. നമ്മൾ ഹോട്ടൽ ഗ്രേഡ് ഓപ്പറേഷൻസ് നോക്കും, ലിസ്റ്റ് ചെയ്യും പ്രോപ്പർട്ടീസ്, നമ്മൾ ഗസ്റ്റിനെ മാനേജ് ചെയ്യും, കെയർടേക്കേഴ്സ് നമ്മളത് നോക്കും. സോ ബേസിക്കലി ഓണേഴ്സിന് ഒരു ഹാസിൽ ഫ്രീ ആണ്. അവർക്ക് കുറെ ആൾക്കാർ വില്ലാസ് മേടിച്ചിട്ട് പക്ഷെ അവർക്ക് റൺ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഗ്യാപ്പാണ് ഞങ്ങൾ ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അത് Airbnb ഒക്കെ വഴിയാണോ? പിന്നെ Airbnb, ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ്, മേക്ക് മൈ ട്രിപ്പ്, അഗോഡ, എല്ലാത്തിലും ഞങ്ങൾ ലിസ്റ്റ് ചെയ്യും. ഞങ്ങൾ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യും. എൻഡ് ടു എൻഡ് ഞങ്ങൾ തന്നെ മാനേജ് ചെയ്യും. റവന്യൂ ഷെയറിംഗ് പോലെ, റവന്യൂ ഷെയറിംഗ് ബേസിസിൽ. അപ്പോൾ സാധാരണ ഇതിലിപ്പോൾ മൂന്നാർ പോലുള്ള ഡെസ്റ്റിനേഷൻസ് അല്ലാതെ നമുക്കിപ്പം യൂസ് ചെയ്യാത്ത വില്ലകൾ ഇപ്പം കൊച്ചി സിറ്റിയിലൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് മരട് തന്നെ ഇവിടെ കുണ്ടന്നൂർ ഭാഗത്ത് തന്നെ 2 ബെഡ്റൂം സർവീസ് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഗസ്റ്റിന് ഇതുപോലെ തന്നെ നമ്മൾ വെൽക്കം ചെയ്യും. കാര്യം കണ്ടമാനം ഫോറിനേഴ്സ് എല്ലാവരും ഇവിടെ വരുന്നുണ്ട്, അവരെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ സർവീസ് അപ്പാർട്ട്മെന്റ്സ് ഞങ്ങൾ കൊച്ചിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഷൻ ഫേസിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വില്ലകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേബി നോർത്ത് വെച്ചോ വിളിച്ചാൽ മതി. അപ്പം ഈ ഇങ്ങനെ ഇത്തരം പല സ്ഥലങ്ങളിലൊക്കെ വില്ലകളൊക്കെ ഉള്ളപ്പോൾ ധാരാളം ഓട്ടം ഉണ്ടാവും. കണ്ടമാന യാത്ര. എത്ര കാലമായി ഇപ്പം ജീപ്പ് കോമ്പസ് എടുത്തിട്ട്? ഞാനിത് 2022 ഓഗസ്റ്റിലാണ് വാങ്ങിച്ചത്, പുതിയതായിട്ടാണ് വാങ്ങിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 45,000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. ഓട്ടം കുറച്ച് കുറവാണ്, എന്നാലും ദൂരയാത്രകൾ ഞാൻ ജീപ്പ് കോമ്പസിലാണ് ഇഷ്ടം മാറി പോകാറുള്ളത്. ഏത് വേരിയന്റ് ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്, 4x4 വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക്. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരാൾ ജീപ്പ് കോമ്പസ് വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്താണ് അതിന് ഉത്തരം? അതിൽ 1-2 ഫീച്ചേഴ്സ് ഞാൻ കൂടുതലും നോക്കിയിരുന്നത് എനിക്കൊരു സ്റ്റഡി വെഹിക്കിൾ വേണം എന്നുള്ളതായിരുന്നു. കാര്യം 1-2 എക്സ്പീരിയൻസസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ നമ്മുടെ ഫ്ലഡിന്റെ സമയത്ത് ഞാൻ ഈ അങ്കമാലി ആലുവ സൈഡിൽ പെട്ട ഒരാളാണ്. അതും അന്ന് XUV ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ആക്ച്വലി പോകാൻ പറ്റിയൊരു പാകതയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും എനിക്ക് ആ വണ്ടിയിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാനൊരു തോട്ട് പ്രോസസ്സിലോട്ട് വന്നത്. ഇനി വാങ്ങിക്കുമ്പോൾ നല്ലൊരു വണ്ടി വാങ്ങിക്കണം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റിയൊരു വണ്ടി വാങ്ങണം എന്നുള്ളൊരു തോട്ട് വന്നത്. പിന്നെ കണ്ടമാനം ഞാൻ ബൈജുവിന്റെ ഒക്കെ യൂട്യൂബ് ബ്ലോഗ്സ് കാണാറുണ്ട്. കണ്ടമാനം റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വേരിയന്റിലോട്ട് ഞാൻ വന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ജീപ്പ് കോമ്പസ് ഓടിക്കുമ്പോൾ. ഞാൻ അറ്റ് എ സ്ട്രെച്ച് ഒരു 4,000 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിച്ചിട്ടുണ്ട്. ഇവിടെ ജീപ്പ് ട്രെയിൽസ് പോകാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ പോയിട്ട് തിരിച്ച്
അതേപോലെ വന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട്. ശരി. പക്ഷെ ഭയങ്കര സ്റ്റഡി, ഒരു റഗഡ് വെഹിക്കിൾ ആണ്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും വണ്ടി ഓടിക്കുമ്പോൾ. ഞാൻ ഹാപ്പിയാണ് ഈ വണ്ടി. എങ്കിലും എന്താണ് നെഗറ്റീവ് തോന്നിയിരിക്കുന്നത്? നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നു അതിന്റെ മെയിൻ്റനൻസ് ആണ് കുറച്ചും കൂടി എക്സ്പെൻസീവ്. നമ്മൾ സർവീസ് ഒക്കെ പോകുമ്പോൾ ആവറേജ് ഒരു 35,000-36,000 ഒക്കെ ഇയർലി സർവീസ് ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പാർട്സ് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമുക്ക് അപ്പോൾ ജീപ്പിന്റെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് ഇതുണ്ട്, വാറണ്ടി ഉണ്ട്. അത് എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ല. ഞാൻ 5 years എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. ഇതുവരെ എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. എത്ര രൂപയായി കാണും? നമ്മളത് എടുത്തപ്പോൾ എനിക്ക് 40,000 ആണ് നമ്മൾ വാങ്ങിച്ച സമയത്ത് എടുത്തപ്പോൾ അവര് ഒരു ഓഫർ ഉണ്ടായിരുന്നു, എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ അപ്പൊ തന്നെ കോംപ്രിഹെൻസീവ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേവരെ ടച്ച് ബോർഡ് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം ബാറ്ററി ഡൗൺ ആയി പോയി. പക്ഷെ അത് ഇമീഡിയറ്റ്ലി കോയമ്പത്തൂർ വെച്ചിട്ടായിരുന്നു. അത് വാർണിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പക്ഷെ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് പറ്റിയ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇമീഡിയറ്റ്ലി അവര് കോയമ്പത്തൂർ ജീപ്പിൽ നിന്ന് തന്നെ അവർ വന്നെടുത്ത് അത് കൊണ്ടുപോയി റീപ്ലേസ് ചെയ്തു. ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇതൊരു SUV എന്നുള്ള നിലയ്ക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ബോഡി റോളിന്റെ ഇഷ്യൂസ് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ്. നമുക്ക് ഇൻഡിപെൻഡന്റ് സസ്പെൻഷനുള്ള കാരണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഒരു ചാട്ടമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമ്മള് ഫാമിലിയായിട്ട് എപ്പോഴും ട്രാവൽ ചെയ്യുന്നതാണ്. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഞാൻ അന്ന് ഹൈവേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ എനിക്കൊരു 16-17 ഒക്കെ ആവറേജ് കിട്ടും. സിറ്റിയിൽ കുറവാണ്. സിറ്റിയിൽ ചിലപ്പോൾ ഡിപെൻഡ്സ് 10, 11, 12 ആ ഒരു ഇതേ കിട്ടുള്ളൂ. മൈലേജ് സിറ്റിയിൽ കുറവാണ്. മാക്സിമം ഇപ്പം ഡൽഹി വരെയുള്ള ദൂരമൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ഹൈവേയിലൊക്കെ സ്റ്റെബിലിറ്റി നല്ല സ്റ്റേബിളാണ്. ഞാൻ 140-150 ഒക്കെ ക്ലോക്ക് ചെയ്തിട്ടുണ്ട് ഹൈദരാബാദ് റൂട്ടിൽ. നമ്മുടെ ഇവിടുന്ന് സിറ്റിയുടെ ഹൈദരാബാദ് ടെക് സിറ്റിയുടെ അങ്ങോട്ടൊക്കെ നല്ലൊരു 48 kilometers സ്ട്രെച്ച് റോഡ് ഉണ്ട്. നമുക്ക് 120 kilometer മെയിൻറ്റെയിൻ ചെയ്യാം. എന്നാലും ഞാൻ അവിടെയൊക്കെ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ഇന്നേ വരെ ബ്രേക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിക്കോ അതൊന്നും ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഒരു പ്രശ്നം. 4x4 എടുത്തതിന് ശേഷം എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ഓഫ് റോഡ് താല്പര്യം വന്നു കാണും. അതെ, ഓടിച്ചിട്ടുണ്ടോ? കണ്ടമാനം ഓടിച്ചിട്ടുണ്ട്. ജീപ്പ് ട്രെയിൽസ് അവർ ഓർഗനൈസ് ചെയ്യാറുണ്ട് ട്രിപ്സ്. പക്ഷെ അതിന് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ട്രെയിൽസിൽ പോകുമ്പോൾ അവർ പറഞ്ഞു തരും നമ്മൾ എപ്പോഴാണ് 4-wheel drive ലോക്ക് ഓൺ ചെയ്യേണ്ടത്, എപ്പോഴാണ് ലോ ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഇതുവരെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഊട്ടിയിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ മഴ സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഒരു 2 kilometer സേവ് ചെയ്യാൻ വേണ്ടി അവർ വേറെ റോഡ് കാണിച്ചു. അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ ആദ്യം ഒരു 200 meters വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ റോഡ് നാരോ ആയി കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാൻ പറ്റിയ റോഡായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സ്ലഷി റോഡായിരുന്നു, നല്ല ചെളിയും മണ്ണൊക്കെ ആയിട്ട് കല്ലൊക്കെ ഉള്ള റോഡായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് തോന്നിയത് ഇവിടെ നമ്മൾ ട്രെയിൽസിന് പോകുമ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകാറുണ്ട്. പക്ഷെ അത് 4-wheel റോളിട്ട് നമ്മൾ പോയപ്പോൾ സുഖമായിട്ട് വണ്ടി കയറി പോയി. വേറെ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ അവിടെ പെട്ടുപോയനെ. റൈറ്റിൽ ആൾക്കാരില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രാത്രിയായിരുന്നു. എന്നാൽ ഈ വണ്ടി ആയതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. സുഖമായിട്ട് ശരിക്കും ഈ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പം പണ്ടൊക്കെ 4x4 എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ വല്ല കാലത്തും വാങ്ങിക്കുന്ന ഒരു വണ്ടിയായിരുന്നെങ്കിൽ ഇപ്പം ജിംനിയും അതുപോലെ താറൊക്കെ വന്നപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ തുടങ്ങി 4x4. പക്ഷെ പലർക്കും അറിഞ്ഞുകൂടാ ഇതിന്റെ ഈ പറഞ്ഞ ലോ ഗിയർ അത് എന്താണ് യൂസ് ചെയ്യണത് ഒരു പിടിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വണ്ടി വെക്കുമ്പോൾ ഇപ്പം ഞാൻ ജിംനി വാങ്ങിച്ചാളാം, എനിക്കൊന്നും ആരും പറഞ്ഞു തന്നില്ല ഡീലർഷിപ്പിൽ നിന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെന്ന് അറിയില്ല. ട്രെയിൽസ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇവരെല്ലാം പറഞ്ഞു തരും. ജീപ്പ് കോമ്പസിന് ഇവിടെ നിന്ന് പോകുമ്പോൾ പിന്നിക്കൽ ജീപ്പിൽ നിന്നാണ് പോയിരുന്നത് ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദി ട്രിപ്സ്. അപ്പോൾ അവരുടെ എക്സ്പേർട്സ് നമുക്ക് പറഞ്ഞു തരും എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് കോസ്റ്റിനെ പറ്റി പറഞ്ഞു. പക്ഷേ എങ്ങനെയുണ്ട് സർവീസ് ക്വാളിറ്റി? എങ്ങനെയുണ്ട് ഇവിടെ? സർവീസ് ക്വാളിറ്റി നല്ലതാണ്. ആക്ച്വലി നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അവരെല്ലാം ഐഡന്റിഫൈ ചെയ്ത് പറയും. പിന്നെ ഇന്നേ വരെ എനിക്ക് വണ്ടിക്ക് വേറെ പണിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നോർമൽ സർവീസാണ് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഹൈഡ്രോളിക്സ് ആൻഡ് ടെയിൽ ഗേറ്റിന്റെ ഹൈഡ്രോളിക്സ് ഒരു കംപ്ലൈന്റ് വന്നു. അപ്പോൾ അതോട്ട് റീപ്ലേസ് ചെയ്ത് വന്നു. അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ജീപ്പിന്റെ കാര്യത്തിൽ ജീപ്പ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പുതിയ മോഡലൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങളപ്പോൾ ഓണേഴ്സിന് ഒരു ആശങ്കയുണ്ടോ ഇത് ഈ കമ്പനി എന്ത് സംഭവിക്കും? അതൊരു ശരിയാണ് ആക്ച്വലി. കാരണം നമുക്ക് എപ്പോഴും പുതിയ അപ്ഗ്രേഡേഷൻ ഫേസ് ലിഫ്റ്റ് പിന്നെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കൺസേൺ ഉണ്ട്. പക്ഷെ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയില്ല. ഇപ്പൊ ഏറ്റവും പുതിയ കാലത്ത് EV-കളൊക്കെ വന്ന സമയമാണല്ലോ. EV-കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കും ഇപ്പോഴും നമുക്കൊരു സ്റ്റിഗ്മ ഉണ്ട് മനസ്സിൽ. കാര്യം നമ്മൾ ലോങ് ഡ്രൈവിന് പോകുമ്പോൾ ഈ ചാർജിങ് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ അതൊരു എല്ലാവരും പറഞ്ഞാൽ അത് മാറി വരുന്നു, നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ലോങ് ഡ്രൈവ് പോകാൻ ഇപ്പോൾ കംഫർട്ടബിൾ തോന്നിയിട്ടില്ല. സിറ്റി ഡ്രൈവിൽ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാര്യം കണ്ടമാനം നമുക്ക് മൈലേജ് ഒത്തിരി ഓട്ടോ ഉള്ള സ്ഥിതിക്ക് നമുക്ക് EV നല്ലതാണ്. പക്ഷെ ലോങ് ഡ്രൈവ് ഇപ്പോഴും ഒരു മനസ്സിനൊരു ഒരു ഒരു ഒബ്സ്റ്റക്കിൾ, നമുക്ക് പോകാൻ പറ്റുമോ, രാത്രിയൊക്കെ ചാർജിങ് സ്റ്റേഷൻ കിട്ടുമോ എന്നുള്ള കൺസേൺ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ നമ്മൾ സംസാരിക്കുന്നത് പലരും പറഞ്ഞൊരു കാര്യം അതാണ്. അതെ കുറച്ചുകൂടെ കഴിയട്ടെ, എല്ലാം കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ട് എടുക്കാം എന്നുള്ള പ്ലാനിലാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലായിടത്തും ഒരു EV നല്ലതുമാണ്. നമ്മൾ സിറ്റി ഓടിക്കാൻ നല്ലതാണ്. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായ ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത് ജീപ്പിൻ്റെ കാര്യത്തിൽ. എല്ലാവരും പറഞ്ഞത് കുറച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും
നമ്മൾ നോക്കുമ്പോൾ വർഷത്തിൽ 35,000 രൂപ എന്ന് പറയുന്നത് കൂടുതലല്ല, നമ്മൾ ഇത്ര സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്നില്ലേ? അതെ അല്ലേ? അതെ അങ്ങനെ അതിനുള്ള വർത്താണ് എന്നുള്ളതുകൊണ്ട് മറ്റൊന്നുമില്ല. പിന്നെ എന്തായാലും ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടു നടക്കാവുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്റ്റേബിയുടെ കാര്യത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ബൈജോന്റെ ഫാൻ കൂടിയാണ്. താങ്ക് യു താങ്ക് യു. അപ്പോൾ ഫോങ്സ് എന്ന് പറയുന്നൊരു മോഡൽ വരുന്നവരെ ഇന്ത്യയിലെ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരുന്ന മോഡലാണ് ബലേനോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു 8 വർഷം ഉപയോഗിച്ച ബലേനോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 8 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വിൽക്കുമ്പോൾ എന്നെ പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള റീസെയിൽ വാല്യൂ കിട്ടി. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ബലേനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന് മുമ്പുള്ള ബലേനോ എൻ്റെ ഉണ്ടായിരുന്നു, ആദ്യത്തെ ബലേനോയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനം വേണ്ടതിന് അതിൻ്റെ ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഒരു ബലേനോ ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം, പേര്? നെവിൽ. എന്ത് ചെയ്യുന്നു? ഞാൻ മസ്കറ്റില്ല. നമ്മൾ ബിസിനസ്സാ. ശരി. അതിനുള്ള പ്രായമൊക്കെ ആയോ? ഫാദർ തുടങ്ങിയ അതിന്റെ ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. എന്ത് ബിസിനസ്സാ? കോൺട്രാക്ട് വർക്കാ. IBM, ഗ്ലാസ്, സ്ട്രക്ചറൽ വർക്ക് എല്ലാം ചെയ്തു. അലൂമിനിയം. നാട് ശരിക്കും? നാട് കായംകുളം. ആലപ്പുഴ. അപ്പൊ എന്താണ് മസ്കറ്റിൽ ജീവിക്കുന്ന കായംകുളത്ത് വീടുള്ള ആൾ ഇവിടെ ഇപ്പൊ എന്താണ് എറണാകുളത്ത്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് എടുത്തത്. അപ്പം 1 മാസം കൂടെ ഉള്ളു. അത് കഴിഞ്ഞ് തിരിച്ചു പോകണം. ശരി. അപ്പൊ ഇത് എടുത്തിട്ട് എത്ര ആളായി? ഇത് സെപ്റ്റംബറിൽ എടുത്താ, 2025. അപ്പൊ നെവിൽ ഇങ്ങോട്ട് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ എടുത്തതാണോ? വന്നിട്ട് പെട്ടെന്ന് തീരുമാനിച്ചത്. ഞാൻ പ്ലാനിങ് ഇല്ലായിരുന്നു ഒരു വണ്ടി എടുക്കണോന്നുള്ളത്. എർട്ടിഗ ഉണ്ട് വീട്ടില്, ഡീസൽ. അപ്പോൾ ഞാൻ അവിടെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വണ്ടിയും കൂടെ വേണമെന്നുള്ളൊരു പെട്ടെന്നൊരു കാര്യം വന്നപ്പം അങ്ങ് എടുത്താ. അപ്പൊ അത് മാരുതിയുടെ തന്നെ വണ്ടി മതിയാൻ തീരുമാനിച്ചോ? അത് ഞാൻ ബഡ്ജറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നു. അപ്പം പിന്നെ നമ്മൾ വേറെ അധികം ഓപ്ഷൻ നോക്കിയില്ല. ടാറ്റയിലോട്ടൊന്നും അങ്ങനെ ബ്രാൻഡ് വേറെ എടുത്ത് പറയുന്നില്ല, നല്ല താല്പര്യമില്ല. നമുക്ക് സ്ഥിരം അറിയാവുന്ന ഒരു ബ്രാൻഡും ആയതുകൊണ്ട് അങ്ങനെ എടുത്തു. എങ്കിലും കേരളത്തിലെ റോഡുകളിൽ പലരും ഈ SUV വാങ്ങിക്കാൻ കാര്യം നമ്മുടെ റോഡിന്റെ അവസ്ഥയാണ്. അത് നോക്കാതെ എന്തുകൊണ്ടാണ് ഒരു ഹാച്ച് ബാക്ക് മതിയം തീരുമാനിച്ചത്? കുറച്ചാളുകൊണ്ട് എനിക്ക് ബലേനോട് തന്നെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവസരം വന്നപ്പോ പിന്നെ അതങ്ങ് എടുത്തു ഉള്ളു. പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല സത്യം പറഞ്ഞു. ഏത് വേരിയന്റ്? ഇത് ആൽഫ ഓട്ടോമാറ്റിക് AMG. AMG ഒരു പ്രശ്നമില്ലേ? നിങ്ങളിപ്പം മസ്കറ്റിൽ ഏതുവണ്ടി ഉപയോഗിക്കുന്നത്? കൊറോള ഉണ്ട്, പല വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം പ്രോപ്പർ ഓട്ടോമാറ്റിക് അല്ലേ? അതൊക്കെ AMGയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നില്ലേ? ഞാൻ ഈ 2 വർഷം മുമ്പ് ഒരു ഗ്ലാൻസ ഒരു അത്യാവശ്യം എനിക്ക് ലോങ് ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടി, ഫാദറിന്റെ ഒരു ഫ്രണ്ടിന്റെ. അപ്പൊ അത് AMG ആയിരുന്നു. ആദ്യത്തെ കുറച്ചു നേരം ഞാൻ വിചാരിച്ചു ഇത് വളരെ മോശപ്പെട്ട ഒരു ട്രാൻസ്മിഷൻ ആണെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് പയ്യെ അഡാപ്റ്റ് ആയി. നമ്മൾ അതിനോട് പിന്നെ അതിന്റെ ഒരു വർക്കിംഗ് മനസ്സിലായി. അതിന്റെ ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഇനിഷ്യൽ ലാഗ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോ വെച്ചാല് നമ്മള് മാനുവലില് ക്ലച്ച് ഔട്ട് ഗിയർ മാറുന്ന സമയം കൊണ്ട് എന്തായാലും ഷിഫ്റ്റ് ആവുന്നു. വലിയ ലാഗ് പഴയ MGകളാണ്, സെലേറിയുടെ കണക്കിനൊന്നും എനിക്ക് ലാഗ് തോന്നുന്നില്ല. ഞാനിപ്പോ ഇന്നലെ നമ്മള് പൂനെയില് പുതിയ ടാറ്റ പഞ്ചിന്റെ AMG ഓടിച്ചു. അപ്പൊ ഞാനപ്പോ ഇന്നലെ നമ്മുടെ വീഡിയോ പറയുകയും ചെയ്തു, പഴയ AMG ആയിട്ടൊന്നും കമ്പാരിസൺ ഇല്ല. തുടക്കത്തിലെ ലാഗ് കഴിഞ്ഞപ്പോ നല്ല സുഖമായിട്ടാണ് നമ്മളെ നന്നായി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി എനിക്ക് കിട്ടുന്നുണ്ട്. എത്ര കിട്ടുന്നുണ്ടാവും? 20+ എങ്ങനെയായാലും നമുക്ക് ലോങ്ങില് നമ്മള് അത്യാവശ്യം നല്ല ഇപ്പം നമ്മളിപ്പോ ഈ വടക്കോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം നല്ല ഒരുവിധം ഹൈവേ പണിയൊക്കെ കഴിഞ്ഞു. നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ നമ്മളെ 65-70 ഒരു ക്രൂയിസ് ഇടുവാണെങ്കിൽ 27 വരെ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ക്രൂയിസ് ഇടുന്നതൊക്കെ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. കേരളത്തിലൊന്നും ഇപ്പോഴാണ് നമുക്ക് പറ്റുന്നത്. അല്ല നമ്മൾ ആ റോഡുകളൊക്കെ ഇപ്പൊ നമുക്ക് എന്താണ് ക്രൂയിസ് കൺട്രോൾ ഉപയോഗിച്ച് ആരെങ്കിലും കേരളത്തിലുണ്ടോ? അതെ, ഞാൻ ടാങ്ക് ടു ടാങ്ക് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതാണ്. ഒരു 200 കിലോമീറ്റർ മേലെ ഡ്രൈവ് ചെയ്തിട്ട് ഒറ്റ രാത്രിയില് 27 കിട്ടി. വണ്ടി ശരിക്കും അന്നേരം 25 കാണിച്ചിട്ടുള്ളൂ. ഞാൻ മൊബൈലിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോ 27.2 കാണിച്ചത്. അപ്പം ഫ്യൂൽ എഫിഷ്യൻസി ആണ് മെയിൻ ആയിട്ട് ഈ വണ്ടിയിലോട്ട് എത്തിയതിന്റെ. നമ്മൾ ഈ മാരുതിയെ പറ്റി പറയുന്നത് എപ്പോഴും ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു വണ്ടിയിൽ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒഴികെ എന്റെ മുന്നിൽ പോയ ഒരു മറ്റേ ഇതില് മാരുതി ഓംനിയുടെ ബാക്കിൽ എഴുതിയിരിക്കുകയാണ് മലയാളത്തിൽ പപ്പട വണ്ടി. അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കാം. അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ ഈ സ്പീഡ് എടുത്ത് നമ്മൾ ഹൈവേ പോകുമ്പോൾ? തൊട്ട് മുമ്പത്തെ ഫസ്റ്റ് ജനറേഷൻ ബലേനോ ഞാൻ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ടൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നു. നമ്മൾ കയറിയിരിക്കുമ്പോഴായാലും ഡ്രൈവ് ചെയ്യുമ്പോഴായാലും ഡൈനാമിക്സിലും മൊത്തത്തിൽ ഒരു കാര്യം എനിക്ക് ഏറ്റവും ഇമ്പ്രൂവ്മെന്റ് തോന്നിയത് റയർ സസ്പെൻഷന്റെ ഭാഗത്താണ്. മറ്റേ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഓട്ടടിക്കുക ഒരു ഹമ്പൊക്കെ എടുക്കുമ്പോൾ. ഇപ്പൊ അതിന് കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു എന്താ അതിനൊരു ഇത് വന്നിട്ടൊരു ഫീലുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഡൈനാമിക്സ് വണ്ടിയിൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? മൈലേജ് തന്നെ, ഫ്യൂൽ എഫിഷ്യൻസി തന്നെ ഉള്ള കാര്യം പറഞ്ഞു. ഏതൊരു മലയാളിയും പറയുന്നത്
അത് എന്റെ പ്രൈമറി കൺസേൺ തന്നെ അത് പറയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും. കാര്യം വരുമ്പോ നമുക്ക് റണ്ണിങ് കോസ്റ്റ് കുറഞ്ഞിരിക്കുക എന്നുള്ളത്. പിന്നെ അത്യാവശ്യം വന്ന വലിയ വണ്ടി വേറെ ഉണ്ട്. അപ്പം പിന്നെ എനിക്ക് ഹാച്ച് ബാക്കിനോട് ഒരു താല്പര്യമുണ്ട്. ഞാൻ ഇതുവരെ ഇപ്പൊ ഇത് 6000 കിലോമീറ്റർ മേളിലായി. ഇതിന്റെ 95% ഞാൻ തന്നെ സെൽഫ് ഡ്രൈവിംഗ് ആയിരുന്നു, സോളോ ആയിരുന്നു. അധികം ആൾ കയറിയിട്ട് അങ്ങനെ ഇല്ല. എന്താണ് എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു അമിതാഗ്രഹങ്ങളില്ല. അമിതാഗ്രഹങ്ങളില്ല. ഇത് 10,400. ഞാൻ മെയിനായിട്ട് പുതിയ എടുക്കാൻ കാര്യം GSTയുടെ പ്രൈസ്. ഞാൻ യൂസ് നോക്കിക്കൊണ്ടിരുന്ന, പിന്നെ ഞാൻ നോക്കിയപ്പോ E20യുടെ പ്രശ്നങ്ങൾ അങ്ങനെ വലിയ തലവേദനയ്ക്കൊന്നും നിൽക്കേണ്ട, പുതിയതാകുമ്പോൾ കുറച്ചുകൂടെ ഫ്യൂച്ചർ പ്രൂഫായിട്ട് നിൽക്കുകയും ചെയ്യും. 10,400 ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് മോശമല്ല, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അന്ന് എനിക്ക് കുറച്ച് ഓഫറും ഡീലറിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഡിസ്കൗണ്ടും ഒക്കെ കിട്ടി, അങ്ങനെ എടുത്താ. കുറച്ച് ആക്സറീസും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രായമൊക്കെ വെച്ച് ചോദിക്കുക, കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളെന്നുള്ള ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും കൊള്ളാമെന്ന് തോന്നിയ വണ്ടി അതാ? വാങ്ങിക്കാനൊന്നും അല്ല, ആംഗിളല്ല ചോദിക്കുന്നത്, കൊള്ളാലോ എന്ന് തോന്നി. കൊള്ളാമെന്ന് തോന്നി ഹാരിയർ EV ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അത് അത്യാവശ്യം നമുക്കൊരു എക്സൈറ്റ്മെന്റ്. അത് പക്ഷെ അതിന് ആ വണ്ടിക്ക് എനിക്ക് തോന്നി വെച്ചാൽ ഒരു ലേണിംഗ് കർവ് ഫീൽ ചെയ്തു. അതായത് ബ്രേക്കിങ്ങിന്റെ ഭാഗത്തുനിന്നായാലും ആക്സിലറേഷന്റെ ഭാഗത്തുനിന്നായാലും ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അതും ഈ AMGയുടെ കാര്യം പറഞ്ഞോട്ട് തന്നെ കാര്യം ഹാരിയർ ബ്രേക്ക് ചെയ്തപ്പോൾ ആദ്യം ചവിട്ടുമ്പോൾ അത് കിട്ടാത്ത പോലെ ഫീൽ ചെയ്തു. അത് ഈ ഇലക്ട്രിക് വണ്ടികൾക്ക് എനിക്ക് അത് ഇലക്ട്രിക് വണ്ടി ഞാൻ നെക്സോൺ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് അത്ര ഒരു ശീലമല്ല ഇത്. അപ്പൊ നമ്മള് ബ്രേക്കിംഗ് കിട്ടാൻ ഒന്നുകൂടെ ചവിട്ടുമ്പോഴത്തേക്ക് അത്രയും ഫോഴ്സ്ഫുള്ളി നിൽക്കുന്നു. അപ്പൊ ബാക്കിൽ നിന്ന് ചിലപ്പോൾ ഒരു ഹിറ്റ് കിട്ടാൻ ചാൻസ്. അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ സെറ്റ് ആവും. കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതാണ് കാഴ്ചയിലും കൊള്ളാൻ തോന്നിയ ഒരു പുതിയ ഇപ്പൊ മാർക്കറ്റിൽ അങ്ങനെ ഇറങ്ങിയ വെച്ചിട്ട്. അപ്പൊ ഇതിപ്പം തിരിച്ച് മസ്കറ്റിലേക്ക് പോകുമ്പോൾ ഇത് വീണ്ടും ഉപയോഗിക്കാൻ ആളില്ലാതാവോ? അല്ല, ഗ്രാൻഡ് ഫാദർ ഉണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഓട്ടോമാറ്റിക്. പിന്നെ മെയിനായിട്ട് വേറെ ഓട്ടോമാറ്റിക് ആകാൻ വേറെ കാരണം വെച്ചാൽ ഞാൻ ഡീസൽ മാനുവൽ ഉപയോഗിച്ച് ഇച്ചിരി സ്പോയിലായെന്ന് വേണേൽ പറയാം. കഴിഞ്ഞിട്ട് ഓർക്ക് ശീലിച്ച്. അപ്പൊ അങ്ങനെ ഒരാൾ പെട്രോളിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ഒത്തിരി ഷിഫ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ വെച്ചു, പിന്നെ എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക് എടുത്ത കാര്യമായിരുന്നു. ഈ മസ്കറ്റിൽ ജീവിച്ചു കഴിയുമ്പോൾ പ്രത്യേകം മസ്കറ്റ് എന്ന് പറഞ്ഞാൽ ദുബായ് പോലെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ശാന്തമായ ഒരു സ്ഥലമാണ്, വലിയ ബ്ലോക്കോ ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മസ്റ്റായിട്ടും വേണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ പലരും തന്നെ കളിയാക്കും. ചേട്ടൻ ഇങ്ങനെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് മാനുവലിനെ തള്ളിപ്പറയുന്നതല്ല, ഇവിടുത്തെ സാഹചര്യം വെച്ച് പറയുന്നതാണ്. വെളിയിൽ പോയാൽ എനിക്കും താല്പര്യം മാനുവൽ ഓടിക്കും, പക്ഷെ കേരളത്തിൽ നമ്മളതിനെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ റോഡുകളൊക്കെ നന്നായി കഴിയുമ്പോൾ ഒരു പക്ഷേ ശരിയായേക്കും. നമ്മുടെ ഒരുതപ്പെട്ട വണ്ടിക്കെല്ലാം മൈലേജ് വയ്ക്കും. ഇപ്പം പലരും കംപ്ലൈന്റ് പറയുന്ന വണ്ടിക്കെല്ലാം എനിക്ക് തോന്നുന്നു മൈലേജ്. ഞാൻ വെച്ചാൽ ഒരു ഫോർച്യൂണർ ഓടിച്ച് എനിക്ക് 15 കിലോമീറ്റർ മൈലേജ് ഇട്ടിട്ടുണ്ട്, ഒരു BS4 വണ്ടി. അപ്പൊ ഞാൻ ഈ രാത്രി ഓടുമ്പോഴാണ് ഇതൊക്കെ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഒരു അല്ലെങ്കിൽ നമ്മളെ റോഡൊക്കെ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ റണ്ണിങ് കോസ്റ്റ് ഒക്കെ അതുകൊണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങളുണ്ട്. മൈലേജ് കിട്ടുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യാനൊന്ന് പഠിക്കണം. ചവിട്ടി പിടിച്ച് പോയാൽ ഏത് വണ്ടി ആയാലും ഡ്രോപ്പ് ആവുള്ളൂ. ഞാൻ എന്റെ ഡ്രൈവിംഗ് മിക്കവാറും 90% എപ്പോഴും ഒരു വണ്ടിക്ക് എന്നാലും നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്, ഈ ഒരു പ്രായത്തിൽ വളരെ എക്കണോമിക്കലായിട്ടൊക്കെ വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്ന ആളെന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം നമ്മുടെ ഇതിലൊക്കെ ഈ പ്രായത്തിൽ കിട്ടി നമ്മൾ ചവിട്ടി പിടിച്ച് പോകാന്നല്ലാതെ മൈലേജുകൾ നോക്കാം. ഇത് വളരെ കൃത്യമായിട്ട് ബിസിനസ്സിന് പറ്റുന്ന ആളാണെന്നുള്ള കാര്യം ഇത് അച്ഛൻ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ. കൃത്യമായി ബിസിനസ്സിന് പറ്റുന്ന മകൻ തന്നെയാണ്, അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വളരെ സന്തോഷം കണ്ടതിൽ. ഒരു നെഗറ്റീവ് ഇതിനെ പറയാനുള്ളൂ. ഒറ്റ എനിക്ക് ആ ഇത്ര നാൾ തോന്നിയത് പെയിന്റ് ക്വാളിറ്റി ആണല്ലേ വളരെ സ്ട്രോങ്. വെച്ചാൽ നമുക്ക് മുമ്പ് ഞങ്ങൾക്ക് ഓട്ടോമൊബൈൽ ഫീൽഡായിരുന്നു നാട്ടിൽ. എൻ്റെ അച്ഛൻ നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇൻഷുറൻസ് വർക്കും ബോഡി ഗാരേജ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പല വണ്ടികളെ അറിയാം. അത്യാവശ്യം മാരുതികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും. ജിപ്സികളെല്ലാം വണ്ടി ജിപ്സി ഇഷ്ടമായിരുന്നു, അപ്പൊ എടുക്കുമായിരുന്നു. അപ്പം എർട്ടിഗ ഇപ്പോഴും ഉണ്ട് ഡീസൽ. ആ ഡീസലാണ്ട് അതിൽ മേലെ കൊടുക്കാത്തത്. ആ വണ്ടിക്ക് പോലും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോഴത്തെ ഈ വണ്ടിക്ക്. ഇത്ര നാളോടി സ്ക്രാച്ച് വളരെ പെട്ടെന്ന്. ഞാൻ അത്യാവശ്യം വളരെ വൃത്തിയായിട്ട് മാക്സിമം ഞാൻ തന്നെ കഴുകി മെയിൻറ്റെയിൻ ചെയ്യുന്ന. പക്ഷെ നമുക്കത് ആ സ്ക്രാച്ച് വരുന്ന ഇച്ചിരി എനിക്ക് തോന്നുന്നത് ഈ മത്സരം കൂടി കഴിഞ്ഞപ്പോഴേ വില കുറച്ച് വിൽക്കാൻ വേണ്ടി എല്ലാ കമ്പനികളും ബാക്കി കാര്യങ്ങൾ അകത്തും നമ്മൾ ടച്ച് ചെയ്യുന്ന വില കൺസിഡർ ചെയ്യുമ്പോൾ ഓക്കെ എല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്തു. പക്ഷെ ഇവിടെ മാത്രം ഒരു പ്രൈസ് മാരുതി കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് എനിക്ക് ആകെ. ബാക്കി 99% സാറ്റിസ്ഫൈഡ് ആണ്. ഒരു വണ്ടിയെ പറ്റി പറയുന്നതിന് വലിയ കാര്യം. 99% സാറ്റിസ്ഫൈഡ് എന്നൊരു ഓണർ പറയാന്ന് വെച്ചാൽ മോശമല്ല. അപ്പൊ 1% ആ പേജിന് വേണ്ടി കൊടുക്കുന്നത്. അതുപോലെ 100% ഞാൻ വളരെ തൃപ്തിയോടെ മേടിച്ചൊരു വണ്ടിയാണ്. വണ്ടിയെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കി മാക്സിമം അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് തന്നെ മേടിച്ച വണ്ടി. അപ്പൊ എന്തായാലും എന്റെ ഉപയോഗത്തിന് യോജിക്കുന്ന ഒരു വണ്ടിയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യത്തോടെ മേടിച്ച വണ്ടി.
അപ്പൊ എന്തായാലും ഓക്കെ. സൂക്ഷിച്ച കേരളത്തിൽ കുറച്ചുകൂടെ സൂക്ഷിച്ച് ഓടിച്ചോ. നമ്മുടെ നാട്ടില് മസ്കറ്റ് ലെവലല്ല. അതെ അതെ അതെ, അതുകൊണ്ട് ശ്രദ്ധിച്ചു ഓടിക്കുന്നതായിരിക്കും മൈലേജ് കിട്ടുന്നതായിരിക്കും തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ശരി. മാരുതിയുടെ ഏറ്റവും മികച്ച മോഡൽ ഇതുവരെ വന്നതിൽ ഏറ്റവും മികച്ച മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അത് എസ്കോസ് ആണെന്നാണ്. കാരണം എസ്കോസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും ഒരു സ്റ്റേഡിനെസ്സും മാരുതിക്ക് പണ്ട് ഒരു വാഹനത്തിലും ഇല്ലാത്തതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണോ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് എന്ന് നമുക്ക് ഓണറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. പേര്? ജെൻസൺ. ഇത് ജെൻസൺ. ഞാൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ശരി. എന്താ പേര്? ക്രിയേറ്റർ ഇവന്റ്സ്. ശരി. ഇപ്പോൾ ഒരു 15 വർഷത്തോളമായി കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി തന്നെയാ? കൊച്ചി തന്നെ. വലിയ ഇവന്റുകളൊക്കെ ചെയ്യുന്നുണ്ടോ? എക്സിബിഷൻ, എക്സ്പോ. ഇപ്പോൾ KGJS എക്സ്പോ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഓൾ ഇന്ത്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എക്സ്പോ ഫുള്ള് പരിപാടി നമ്മളായിരുന്നു. അപ്പൊ ഈ കോവിഡിന് ശേഷം ആ വിപണിയൊക്കെ ഒന്ന് ഉണർന്നിട്ടുണ്ടോ എക്സിബിഷന്റെ ഒക്കെ? കോവിഡിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് താഴെ പോയായിരുന്നു. ആ സമയത്ത് ഞാൻ ഡ്രൈവറായിട്ട് ജോലിക്ക് പോകേണ്ട അവസ്ഥയായിരുന്നു തിരുവനന്തപുരത്ത്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് വീണ്ടും റൺ ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ എല്ലാം ഓക്കെ വരുന്നു. ഇപ്പൊ എല്ലാം ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. സന്തോഷം. അത് കേട്ടാൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ ഇവന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ ഓട്ടം വേണ്ടി വരുന്ന ഒരു ജോലിയാണ്. അതിന് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ വണ്ടിയാണ്. കാരണം ഭയങ്കര കംഫർട്ടാണ് എനിക്ക്. മൈലേജ് കുറവാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എത്ര ലോങ് പോയാലും ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ ഒരു മാസം 2 പ്രാവശ്യം 3 പ്രാവശ്യം പോകാറുണ്ട്. പല വൈഫ് ഹൗസ് മുരുടേശ്വരാണ്. അപ്പോൾ അവിടെ മുരുടേശ്വർ, അപ്പോൾ അവിടെ ഇടക്കിടക്ക് പോകാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈ വണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വാങ്ങിച്ചിട്ട് 5 വർഷം. 21 ലാസ്റ്റ്. ഇല്ല, പുതിയത് 21 ലാസ്റ്റ്. 21 ഉണ്ട്. ഞാൻ എടുത്തു കഴിഞ്ഞ് പിന്നത്തെ മാസമാണ് സ്റ്റോപ്പ് ആയത്. മൈലേജ് കുറവാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ ഈ 2000 ആ ഒരു സമയത്തൊക്കെ ഇഷ്ടംപോലെ വേറെ വണ്ടികളുണ്ട്. ഞാൻ മറ്റുള്ള വണ്ടികളിൽ കയറി കഴിയുമ്പോൾ ഞാൻ എങ്ങാനും ബാക്ക് സൈഡിൽ ഇരിക്കേണ്ടി വന്ന ബൂട്ട് സ്പേസ് ഒട്ടുമില്ല ഒരു വണ്ടി. ലെഗ് സ്പേസ് ഒട്ടും കിട്ടാറില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ആഗ്രഹം, ലെഗ് സ്പേസ് ഉള്ള വണ്ടി വേണം എന്ന് അന്വേഷിച്ച് കുറേ ഞാൻ ഒരു 3-4 മാസം പല വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത്. ഞാൻ വണ്ടി ഓടിക്കും, ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കും, എന്നിട്ട് ഇറക്കിയിടും, എന്നിട്ട് ഞാൻ ബാക്കിൽ കയറും. അപ്പോൾ അങ്ങനെ നോക്കി. അപ്പോൾ എസ്ക്രോസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇല്ല, അങ്ങനെ മാരുതിയുടെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വണ്ടി കണ്ടത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അതും പറ്റും. പിന്നെ ബാക്ക് സീറ്റ് ഫുള്ള് ഫോൾഡ് ആവും. ഈ ഇവന്റിന് പോകുമ്പോൾ കുറേ സാധനങ്ങൾ കയറ്റാനും ഇതിനും സൗകര്യം. അത് രണ്ടും കണ്ടിട്ട് മാത്രമാണ് ഈ വണ്ടി ഞാൻ. എന്നിട്ട് ഈ മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് കുറവാണ്. 14-14.5 ഹൈവേ പോയാലും അത്രേ ഉള്ളൂ. ബാക്കി ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കംഫർട്ടാണ്. മാനുവൽ അല്ലേ? മാനുവലി. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വേണം തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറിയൊരു അപ്ഡേഷൻ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് മനസ്സിൽ വല്ലതും കടന്നുകൂടിയിട്ടുണ്ടോ? കണ്ടോക്കണ സീറയാണ്. ഇപ്പം നമ്മളിപ്പോ ഇന്ന് സംസാരിച്ച രണ്ടാമത്തെ ആളാണ് സീറയെ പറ്റി പറഞ്ഞത് കേട്ടോ. ടാറ്റ ഭയങ്കര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സീറയിൽ അത്ര ആകർഷിച്ച ഘടകം? എന്താ ആകർഷിച്ചത്? അതിന്റെ ഒരു മോഡൽ തന്നെ. അതൊരു വല്ലാത്തൊരു ക്യാപ്ചറിങ് മോഡലായിട്ട്, അതാണ് എന്നെ മെയിനായിട്ട് ഇത് വന്നത്. പിന്നെ ഈ ടൊയോറ്റ ഇത് 3-4 ആൾക്കാർ അതിന്റെ റിവ്യൂ പറഞ്ഞതും വളരെ ഇതായിട്ടാണ്. ടാറ്റയുടെ ഒരു വണ്ടി ഇനും നെക്സോൺ ഒരു പരിധി വരെ ഉണ്ടായിരുന്നു, അതിന്റെ ഭയങ്കര മുകളിലായിട്ടാണ് അതിനെപ്പറ്റി പറഞ്ഞു. ഇനി ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് ആലോചിക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് വിറ്റിട്ടാണോ അതിലേക്ക് പോകുക അതോ? അതെ, ഇത് കൊടുത്തിട്ടാ പോകും. ഇതിപ്പോ 50,000. ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഒരു കുഴപ്പമില്ല. നിസ്സാര എമൗണ്ടേ വരുന്നുള്ളൂ മെയിൻ്റെനൻസ് കോസ്റ്റ് ആയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടികൾ വന്നപ്പോഴത്തേക്കും ധാരാളം പുതിയ ഫീച്ചേഴ്സ് വന്നു. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ പുതിയതായി. അതിന്റെ ഒരു മിസ്സിംഗ് ഇതിൽ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പുതിയ ടെക്നിക്കൽ സൈഡ് വന്നിട്ടുണ്ട്. നമ്മൾ അതിനൊപ്പം അപ്ഡേഷൻ ചെയ്യണമല്ലോ. അത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആകുമ്പോൾ പ്രത്യേകിച്ച് എവിടെ ചെന്നാലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഏതാണെന്ന് ആദ്യം ചോദിക്കണം. നമ്മൾ വണ്ടി ഒരു മീറ്റിംഗിൽ ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടി കണ്ടിട്ടാണ് നമ്മളെ വിലയിരുത്തുന്നത് ഏത് റേഞ്ച് ആണെന്ന്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ. അതായത് അബുദാബിയിൽ എനിക്ക് അറിയാവുന്ന ഒരു വലിയ കമ്പനിയാണ്. ആ വലിയ കമ്പനിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് അതിന്റെ ഒരു ഹെഡാണ്. അപ്പോൾ ഞാൻ അവന്റെ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ താഴെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ആ മീറ്റിങ്ങിന് ഇന്ന ആൾ വന്നിട്ടുണ്ട്. ഏത് വണ്ടിയിലാണ് വന്നത്? അപ്പോൾ പറഞ്ഞു ഓഡി A4 ഓഡി A4 ആണോ? എന്നാൽ പിന്നെ ഞാൻ വിളിക്കാം, കുറച്ചേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് പോരാ, അവിടെ ദുബായ് ആയതുകൊണ്ട് കുറച്ചുകൂടെ വലിയ വണ്ടിയിൽ വരുന്ന അവരോട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളത് നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അതാണ്. ഒരു മീറ്റിംഗിൽ എത്ര വലിയ കമ്പനി നമ്മൾ എല്ലാവരും ആദ്യം നോക്കുന്നത് വണ്ടിയാണ്. അപ്പൊ സീറയുടെ കാര്യത്തിൽ പിന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും ഒരു ക്ഷാമവും ഇല്ല. എല്ലാവരും ഒന്ന് നോക്കും. കുഴപ്പമില്ല. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം? ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ഒരുവിധം എത്ര ബോഡി വെയിറ്റ് ഉണ്ട്. ഒരുവിധം സ്പീഡിൽ പോയാലും 120 വരെ ഞാൻ പോയിട്ടുണ്ട് വണ്ടിയിൽ. എന്നാലും ഭയങ്കര കംഫർട്ടാണ്. അതാണ് മെയിൻ ആയിട്ട്. അതാണ് മാരുതിയുടെ വണ്ടികൾ പൊതുവെ ഇല്ലാത്ത ഒരു സ്റ്റെബിലിറ്റി സാധനം ഇതിനുണ്ട്. അതെനിക്ക് തോന്നുന്നു മാരുതിയിലെ ഏറ്റവും നല്ല വണ്ടി ഇതായിരുന്നു. ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല വണ്ടി ഇതായിരുന്നു.
ഏറ്റവും ബിൽ ക്വാളിറ്റി ഉള്ള വണ്ടി ഇതായിരുന്നു. പിന്നെ എന്ത് പറ്റി ഇത് നിർത്താൻ? അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വണ്ടി കമ്പനികളുടെ പല സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാകില്ല. എന്താണ് ഇവർ ഇങ്ങനെ ഉദ്ദേശിച്ചത്? ഇപ്പം ഞാൻ എപ്പോഴും പറയണം, ഇപ്പോൾ ടൊയോട്ടയുടെ കാര്യത്തിൽ ടൊയോട്ടയുടെ ആഗോളതലത്തിൽ നോക്കിയാലുള്ള മോഡൽസ് കുറേ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടി കാണില്ല. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവരതൊന്നും കൊണ്ടുവരുന്നില്ല? എന്തൊക്കെയോ പ്ലാനിങ് ആണ്, നമുക്ക് മനസ്സിലാകില്ല. എന്തായാലും ഇതിന്റെ അതേ റേഞ്ച് തന്നെയായിരുന്നു SX4 ഉം. പക്ഷെ തീരെ വിജയിച്ചില്ല. ഇത് പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വന്നതാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെ. ജനങ്ങൾക്ക് മാരുതി എന്ന് വേണ്ടത് അങ്ങനെ ഭയങ്കര സ്റ്റേബിളായ വണ്ടിയൊന്നും അല്ല. അതൊക്കെ കുഴപ്പമില്ലാത്തൊരു വണ്ടി വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ എനിക്ക് മാരുതിയുടെ ഇത് പറയാനുള്ളത് ഒരു നെക്സ കളമശ്ശേരിനെ പറ്റി എനിക്കൊരു കംപ്ലൈന്റ് പറയാം. ഞാൻ അവരെ പലവട്ടം ഇപ്പൊ 1 വർഷത്തോളമായി ഞാൻ കഴിഞ്ഞ സർവീസിന് വണ്ടി കൊണ്ടേ കൊടുത്തിട്ട് നമ്മ വണ്ടി കൊണ്ട് പോകുന്നു. ഞാൻ കോട്ടയത്ത് നിന്ന് ഒരു വർക്ക് കഴിഞ്ഞ് വെളുപ്പിന് 2 മണിക്ക് വരുന്ന വഴിക്ക് ഒരു ഫാമിലി ഒരു പാലത്തിന്റെ മുകളിൽ ഫാമിലി ആയിട്ട് നിൽക്കുന്നു. അപ്പൊ എൻ്റെ പണിക്കാരൻ ഞങ്ങൾ 4-5 പേരുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ടയർ പഞ്ചറായപ്പോൾ അവരിൽ വീൽ സ്പാനർ ജാക്കിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ ഫാമിലി അല്ലേ, അവർ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചു. നമ്മളെന്ന് നോക്കിയപ്പോൾ ഡിക്ക് പറഞ്ഞപ്പോൾ വീൽ സ്പാനറും ഇല്ല, ജാക്കിയും ഇല്ല, ലിവറും ഇല്ല. സർവീസിന് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഇതിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ സർവീസിൻ്റെ അടുത്ത് ബുക്കിംഗ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇതുപോലെ ഈ സാധനം മിസ്സിങ് ആണല്ലോ. അവർ ചോദിച്ചു സാറ് ചെക്ക് ചെയ്തിട്ടല്ലേ കൊണ്ടുപോയി തന്നു. അതുവരെ ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചു അവരോട്. നിങ്ങൾ ചെക്ക് ചെയ്തില്ല, അങ്ങനെ ചെക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ ചെല്ലപ്പരാശന്റെ വർക്ക്ഷോപ്പിലോ ബാബുചാന്റെ വർക്ക്ഷോപ്പിലോ കൊടുത്താൽ പോരെ. ഇപ്പൊ 1 വർഷം അവരെന്നെ വിളിക്കുമ്പോൾ ഇത് തന്നെ ഞാൻ കംപ്ലൈന്റ് പറയുന്നത്. അതിന്റെ മാനേജറോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റേ സെയിൽസ് എക്സിക്യൂട്ടീവ് മാത്രമേ വിളിക്കുന്നത്. ബാക്കി ആരും ഇതുവരെ കോൺടാക്ട് സാധനം കിട്ടിയിട്ടില്ല. അതിപ്പോ എന്തായാലും ഇത് എല്ലാവരും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടായി. കാരണം ഇതുപോലെ നമ്മൾ വെളുപ്പിനൊക്കെ പോകുമ്പോൾ പഞ്ചറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരെങ്കിലും കൈ കാണിച്ചാൽ നിർത്തും ഇന്നത്തെ കാലത്ത്. തന്നെയല്ല, നമ്മളൊരിക്കലും സർവീസ് സെന്ററിൽ നിന്ന് വണ്ടി കിട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടോ ഇതിൻ്റെ അകത്തൊന്നും ആരും നോക്കാറില്ല. അതൊക്കെ മാരുതിയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ സർവീസ് സെന്ററിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ കുറേ പ്രാവശ്യം അവരെ എന്നെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് എനിക്ക് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഞങ്ങൾ ശരിയാക്കുന്നുണ്ട്. ഇപ്പോൾ 8 മാസം കഴിഞ്ഞപ്പോൾ വിളിച്ച് സാർ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, സാറ് വന്ന് എടുത്തിട്ട് പോയിക്കോളാം. ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. അത് 8 മാസം കഴിഞ്ഞ മാസം വിളിച്ചപ്പോഴാണ് എന്ത് ഒരു കാര്യമില്ല. മാരുതി പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. എന്ത് പറ്റിയെന്നുള്ളത് നെക്സ ഒന്ന് കളമശ്ശേരി നെക്സ അത് നമ്മുടെ ഇൻഡസിന്റെ ആണ്, തീർച്ചയായിട്ടും ഒന്ന് നോക്കേണ്ടതാണ്. അപ്പൊ എന്തായാലും ഇത് വിറ്റാലും അത്യാവശ്യം പൈസ കിട്ടും, കുഴപ്പമില്ല. കാരണം തന്നെയല്ല 50,000 ഓടിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. അടുത്ത സിയറ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാവുന്ന ഒരു വണ്ടിയാണിത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തന്നത്. അപ്പം ഏതായാലും ഇവന്റ് പരിപാടിക്ക് കാണാം നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ വിളിക്കാം. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ജനുവരി 31 വരെ മാത്രമാണ് നമുക്ക് NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 8 ദിവസം മാത്രമേ ഉള്ളൂ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കൊണ്ട് കാണാം. ബൈ.